ചോദിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ബഡ്ജറ്റ് സെഷൻസ് നടക്കുകയാണ് ഇന്ന്. ഏറ്റവും വലിയ പ്രഖ്യാപനമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. ആദായ നികുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി റിട്ടേൺസ് കൊടുക്കണ്ട എന്നുള്ള വമ്പൻ പ്രഖ്യാപനമൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ തുടക്കത്തിൽ ആമുഖമായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്, പക്ഷേ അതൊരു വൺ അപ്ഡേറ്റ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നുണ്ടായിട്ടുണ്ട്. അത് ബംഗ്ലാദേശിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. ബംഗ്ലാദേശ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ ബംഗ്ലാദേശിന്റെ USAID നിർത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് ബംഗ്ലാദേശ് USAID നിർത്തിയപ്പോൾ ബംഗ്ലാദേശിന് ഒരു രക്ഷകൻ അവതരിച്ചിട്ടുണ്ട്. ആ രക്ഷകൻ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ പിന്തുണച്ച് ആ ജോഡോ യാത്രയ്ക്ക് പുള്ളിയുടെ NGO വഴി ഫണ്ട് ചെയ്ത രക്ഷകനാണ് എന്ന് പറയപ്പെടുന്നു. ആ രക്ഷകന്റെ പേര് അലക്സ് സോറോസ് എന്നാണ്. അതായത് ജോർജ് സോറോസിന്റെ ഒരേ ഒരു ഓമനപുത്രനായിട്ടുള്ള അലക്സ് സോറോസ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ രക്ഷകനായി അവതരിച്ചിരിക്കുന്നത്. ഇപ്പോ ധാക്ക ട്രിബ്യൂണലിന്റെ റിപ്പോർട്ട് അനുസരിച്ചുണ്ടല്ലോ ചോദിച്ചോട്ടാ, ആയിരക്കണക്കിന് ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സ്, മറ്റു തൊഴിലാളികളടക്കം ഈ USAIDനെ ആശ്രയിച്ച് മാത്രം അവിടെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഓർഗനൈസേഷൻസ് എല്ലാം അവരെ പിരിച്ചുവിടുകയാണ്. ബദൽ തൊഴിലാളികളുടെ വമ്പൻ അഭാവമുണ്ട്. പോരാത്തതിന് ഈ ബംഗ്ലാദേശില് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് പട്ടിണിയിലായതുകൊണ്ട് തന്നെ അവര് തെരുവിലിറങ്ങി ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട് വരുന്നു. $200 മില്യൺ ഒക്കെയാണ് വാർഷിക സഹായമായിട്ട് ഇവർക്ക് കിട്ടുന്നത്. 2023 490 മില്യൺ കിട്ടിയിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ രക്ഷകനായി സോറോസിന്റെ മകൻ അവതരിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത്? ബംഗ്ലാദേശ് ട്രംപിന് കീഴിൽ ബംഗ്ലാദേശ് തകർന്നടിയുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നമ്മൾ ന്യൂസ് ഇന്ത്യ ഇന്നലെ കൊടുത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഇനി ബംഗ്ലാദേശികൾക്ക് സ്വിറ്റ്സർലാൻഡിലും ക്രൊയേഷ്യയിലടക്കം കയറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും യൂനസിന് ഒരു കുലുക്കവുമില്ല എന്നാണ്. ഈ സോറോസ് എന്നുള്ള ആ പേര് നമ്മൾ കേട്ടു തുടങ്ങുന്നത് 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിനു മുമ്പ് ഈ പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പല രാജ്യങ്ങളിലും ഈ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് വാർത്തകളും വന്നിരുന്നു. പക്ഷെ നമ്മുടെ ജനം, നമ്മുടെ ഇന്ത്യക്കാരായ സാധാരണപ്പെട്ടവരുടെ ഇടയിൽ പോലും ഈ പേരെത്തി 2024 തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് ധനുഷ് നല്ല ഓർമ്മയാണ്, നമ്മളടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നമ്മൾ അങ്ങനെ തന്നെ പറയണം. അല്ലാതെ നമ്മൾ നിഷ്പക്ഷരല്ലല്ലോ, നമ്മൾ പക്ഷമുള്ളവരാണ്. നമ്മുടെ വലതുപക്ഷം എന്ന് തന്നെ പറയണം, ഈ ദേശീയതയുടെ പക്ഷം. അപ്പോ സ്വാഭാവികമായി തന്നെ അത്തരം മാധ്യമങ്ങളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ചാനലുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വാർത്തകൾക്കോ ഒന്നും റീച്ച് ഇല്ലാത്ത വിധം നമ്മളെ ചവിട്ടി താഴ്ത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത്. പകരം ഇവിടുത്തെ ഇടതുപക്ഷ, പ്രതിപക്ഷ, തീവ്ര ഇസ്ലാമിസ്റ്റ് ചാനലുകളെ, മാധ്യമ സ്ഥാപനങ്ങളെ മാക്സിമം ഫണ്ട് ചെയ്തുകൊണ്ടാണ് സോറോസ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടത്തിയത്. വ്യാജക്കഥകളും ആരോപണങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ഉന്നയിക്കുകയും കേന്ദ്ര സർക്കാരിനൊപ്പമുള്ള മിഷണറിമാർക്ക് പ്രതികരിക്കാനുള്ള മീഡിയകൾ, അതായത് അവർക്കുള്ള മീഡിയകൾ തന്നെ മുമ്പോട്ട് പോകാതെ അവരെ തടയിട്ട് നിർത്താനും കഴിഞ്ഞു. അങ്ങനെ വലിയ രീതിയിൽ ഫണ്ട് ഒഴുക്കുകയും ഒറ്റക്കെട്ടായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷവും സോറോസിന്റെ പിന്തുണയ്ക്കുന്ന ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നതിന്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ടത്. അതിന് ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ സീറ്റ് നില കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതൊരു വലിയ, പക്ഷേ അതിന് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇദ്ദേഹം ഈ സോറോസ് ഇടപെട്ടിട്ട് പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇടപെട്ട തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയം അദ്ദേഹത്തിന്റെ ഒപ്പമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ മാത്രം അദ്ദേഹത്തിന് ക്ലിക്ക് ചെയ്തില്ല. അദ്ദേഹം ഇത്രയും പണിയൊക്കെ പയറ്റിയിട്ടും ഇത്രയും ഫണ്ടിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടും അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഭരണം പിടിക്കാൻ എല്ലാവിധ സഹായം ചെയ്തിട്ടും ഇന്ത്യയിൽ അദ്ദേഹത്തിന് വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ പല രാജ്യങ്ങളിലെയും ഭരണം അട്ടിമറിക്കാൻ കേന്ദ്ര ബിന്ദുവായി നിന്ന്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ സോറോസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി പ്രേക്ഷകർക്ക് തോന്നും ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്. ഇദ്ദേഹത്തിന് ഇപ്പം ബംഗ്ലാദേശിൽ ഒരു ഭരണസമിതിയെ കയറ്റിട്ട് എന്തെടുക്കാനാണ്, ഇന്ത്യയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കയറ്റിട്ട് എന്തെടുക്കാനാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് യാതൊരു രാഷ്ട്രീയവും ഇദ്ദേഹത്തിനില്ല. മതപരമായ ചിന്ത ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന് ആകെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, അത് കച്ചവടമാണ്, ബിസിനസ് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇദ്ദേഹം ഈ രാജ്യങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുന്നത്? സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കും. കാരണം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ ഇസ്ലാമിക ഭരണം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ISIS പോലും പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ ചൈന ഇടപെടുന്നത്, അവരുടെ സാമ്പത്തികം, അങ്ങനെ ഓരോ ലക്ഷ്യമുണ്ട്. പക്ഷെ സോറോസിന്റെ ലക്ഷ്യം, കാരണം അയാൾക്കൊരു രാഷ്ട്രീയം ആരും കേട്ടിട്ടില്ല, അയാൾ ഏത് രാഷ്ട്രീയക്കാരാണെന്ന് ആർക്കും അറിയില്ല. ഇനി അയാൾക്ക് മതപരമായ ചിന്തകൾ അതും ഇല്ല അദ്ദേഹത്തിന്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇടപെടുന്നത് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു ഇടനിലക്കാരനാണ്, ബ്രോക്കറാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണം ഒരു രാജ്യത്ത് വരിക, വന്നതിന് ശേഷം ആ രാജ്യത്തെ മുഴുവൻ സർക്കാർ കോൺട്രാക്ടുകളും ഇദ്ദേഹത്തിന് കിട്ടും. അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന കോൺട്രാക്ടുകൾ കിട്ടും. ഇതിൽ മൂലം ഇദ്ദേഹത്തിന് കിട്ടുന്നത് കോടികളാണ്. അതായത് ഇപ്പൊ ബംഗ്ലാദേശ് അദ്ദേഹം ഇപ്പോൾ
കുറെ ഫണ്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഉം. ബംഗ്ലാദേശ് അവിടെയുള്ള സർക്കാർ കോൺട്രാക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സോറോസ് പറയുന്നവർക്കോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുബന്ധ കമ്പനികൾക്കോ മാത്രമേ നൽകുകയുള്ളൂ. ഇദ്ദേഹം ഒരു ഉം. ദല്ലാളാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉം. ലോകത്തെമ്പാടും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കോൺട്രാക്ടേഴ്സ്, ബിസിനസ്സുകാർ, രാജ്യങ്ങളും തന്നെ ചൈന അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇവരുടെ സഹായം തേടാറുണ്ട്. അതായത് ഇടനിലക്കാരനാണ്. പുള്ളി പൈസ ഇറക്കും. അതായത് ഇപ്പോ നരേന്ദ്രമോദി ഇരിക്കുന്നത് കൊണ്ട് 2014 മുതൽ 2024 വരെ ഇദ്ദേഹത്തിന്റെ പരിപാടികളൊന്നും ഇവിടെ നടന്നിരുന്നില്ല. അപ്പൊ ഇന്ത്യ ഒരു വലിയ വിപണിയാണ്, ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ്. അപ്പൊ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സോറോസ് പറയുന്ന കമ്പനികൾക്ക് ഇവിടെ മുമ്പോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് കോൺട്രാക്റ്റുകൾ കിട്ടും. നമുക്കറിയാം ചൈനീസ് കമ്പനികൾ ഒന്നും നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കാര്യത്തിലും അടുപ്പിച്ചിട്ടില്ല. മൊബൈലിലെ ആപ്പ് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ നമ്മുടെ അതെ അതെ. സർക്കാർ എത്രയോ ആപ്പുകൾ നിരോധിച്ചു കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അധികാരം പിടിക്കാൻ അദ്ദേഹം അല്ലാതെ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ മമതാ ബാനർജിയോടോ ഒന്നും യാതൊരു താല്പര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു ഇടനിലക്കാരനാണ്. ഇവിടെ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ അവിടെ നമ്മുടെ ആൾക്കാരാണ് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ കേൾക്കും, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, പിന്നെ 10 രൂപ അവിടെയും കൊടുക്കണം, 10 രൂപ എനിക്കും തരണം. അപ്പൊ ഞാൻ ഈ രണ്ടു കൂട്ടരെ എന്താ കൂട്ടിമുട്ടിക്കുന്ന ബ്രോക്കറാണ്, മീഡിയേറ്ററാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ യെസ്. അപ്പൊ എന്റെ ആളാണല്ലോ ഞാൻ ഭരണത്തിൽ കയറ്റുന്ന ആള്. ഇപ്പോ രാഹുൽ ഗാന്ധി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി കേൾക്കുന്നത്. കാരണം ഞാനാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ വേണ്ടി ഫണ്ട് ഇറക്കിയത്, കള്ളക്കഥ മെനഞ്ഞത്, ഉടായിപ്പെല്ലാം ഉണ്ടാക്കിയത്, അക്രമം നടത്തിയത് എല്ലാം ഞാനാണ്, എന്റെ ആളുകളുമാണ്. അപ്പൊ അതെ. സ്വാഭാവികമായിട്ട് ആ ഭരണകൂടം ഇതിൽക്കൊപ്പം നിൽക്കാനേ കഴിയും. അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സോറോസ് വന്നിരിക്കുന്നതിനെ വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇദ്ദേഹം ട്രംപിന്റെ കണ്ണിലെ ഗുരുവാണ്. ട്രംപിന്റെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ മനുഷ്യൻ. അത് വേറെ കാര്യം. കാരണം ട്രംപിനെ തോൽപ്പിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ ഈ ലോകത്തിന്റെ ഒരുമാതിരിപ്പെട്ട നല്ല ഭരണാധികാരികളുടെ ഒക്കെ ഒരു മുഖ്യ ശത്രു കൂടിയാണ് ഈ വ്യക്തി. ഇദ്ദേഹം ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് പോയിരിക്കുന്നത് ഇദ്ദേഹം അല്ല ഫണ്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഫണ്ട് എടുത്തിട്ടല്ല ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഉം. ഏതെങ്കിലും രാജ്യം അദ്ദേഹത്തിന് പിന്നിൽ കാണും. ആ രാജ്യങ്ങളിലെ ഇടനിലക്കാരനായിട്ടാണ് ഈ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയും, ശരി നിങ്ങൾക്ക് അമേരിക്ക ഫണ്ടൊക്കെ നിർത്തലാക്കിയല്ലോ, ഞാൻ കുറച്ച് ഫണ്ട് തരാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കട്ടെ എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് തുറമുഖം അവരുടെ ഒരു നിർണായകമായ പോയിന്റിൽ കിടക്കുന്ന അനവധി തുറമുഖങ്ങളുണ്ട്, അവിടുത്തെ മറ്റുള്ള വ്യവസായങ്ങളുണ്ട്. ഇതിനൊക്കെ ഞാൻ പറയുന്ന കമ്പനികളെ നിയമിക്കേണ്ടതായി വരും എന്നുള്ളതാണല്ലോ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ അതായത് ഒരു ബ്രോക്കർ, ഒരു ദല്ലാള്, ഒരു ലോക പ്രമുഖനായ ഒരു ബില്യണറായ ഒരു ദല്ലാള്, ആ ദല്ലാള് നടത്തുന്ന ഒരു ഉം. നീക്കമായി തന്നെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന്റെ ഒരു പരിണത ഫലം എന്തായിരിക്കും എന്നുള്ളതും അപകടകരമാണ്. കാരണം ഏതൊക്കെ രാജ്യങ്ങളാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് നമുക്കറിയില്ല. ഏതൊക്കെ രാജ്യങ്ങളുടെ ഉം. പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം വന്നതെന്ന് അറിയില്ല. കാരണം രാജ്യങ്ങളെ സംബന്ധിച്ച് അവർ നേരിട്ട് ഫണ്ട് ഇറക്കുന്നില്ല, പകരം ഇദ്ദേഹം ഫണ്ട് ഇറക്കുന്നു, ബംഗ്ലാദേശിന്റെ ഭരണകൂടവുമായിട്ട് നല്ല ടൈപ്പ് ആകുന്നു. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണകൂടം ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോഴെന്ത് പറ്റും? സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളുള്ള ബിസിനസ്സുകാര്, കോൺട്രാക്ടേഴ്സ്, ആ രാജ്യങ്ങൾ തന്നെ ആയുധ നിർമ്മാണ കരാറ്, ഗതാഗതം, വാർത്താവിനിമയം, അങ്ങനെ വലിയ രീതിയിൽ ഫണ്ട് ഉണ്ടാക്കും. അവർക്ക് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കും. അപ്പോഴത്തേക്കും ഇയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു, സോറോസിന് ഡ്യൂട്ടി കഴിഞ്ഞു. കാരണം അത് വരുമ്പോൾ അവിടുന്ന് ഒരു വലിയ തുക കമ്മീഷൻ കിട്ടും. ഇവിടെ ഇത് മുട്ടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, കിട്ടിയില്ലെങ്കിലും നഷ്ടമില്ല. കാരണം അവിടുന്ന് ഒരു വലിയ തുക കിട്ടുന്നുണ്ട്. ആ തുക മേടിക്കുന്നു, അദ്ദേഹം അടുത്ത രാജ്യത്തേക്ക് പറക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത രാജ്യത്തേക്ക് നീങ്ങുകയാണ്. അവിടെയും ഇത് നമുക്ക് അനവധി രാജ്യങ്ങൾ ഭരണ അട്ടിമറിച്ച് ഇതിനൊക്കെ കോടികൾ കൊയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് ജനാധിപത്യ പ്രക്രിയയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇദ്ദേഹം ഇതേ രീതിയിൽ ചെയ്തു. ജനാധിപത്യ പ്രക്രിയ മാത്രമല്ല, ഈ പട്ടാള അട്ടിമറിയിൽ കൂടെ ഒക്കെ നേടിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ആഭ്യന്തര സംഘർഷം ഉം. രൂക്ഷമായ രാജ്യങ്ങളുമൊക്കെ. പിന്നെ ഇദ്ദേഹം ഇടപെടുന്ന രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുതലാക്കാൻ കഴിയുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇടപെടുന്നത്. എല്ലാ രാജ്യങ്ങളും ഇടപെടാറില്ല. കാരണം ലോകത്ത് ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങളുണ്ട്, അവിടെ ഒന്നും കയറി പുള്ളി ഇടപെടാറില്ല. മുതലാക്കാൻ കഴിയണം. കാരണം പുള്ളിയുടെ കയ്യിലുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റും മറ്റും കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ, അത്രേ ഉള്ളൂ. ലോകവ്യാപകമായിട്ടുള്ള ഒരു ബ്രോക്കർ, അതാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഇന്ത്യക്കെതിരെ നീക്കം ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ ഒരുക്കി നിർത്താൻ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ പ്രയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണോ ജോർജ് സോറോസിന്റെ മകൻ ഇപ്പോൾ ബംഗ്ലാദേശിന് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത്? പക്ഷെ അമേരിക്കയുടെ ഭരണാധികാരിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഈ ജോർജ് സോറോസിന്റെ മകനൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണല്ലോ. ഈ ഡൊണാൾഡ് ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാരും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഡൊണാൾഡ് ട്രംപിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഡീപ് സ്റ്റേറ്റിന്റെ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ബംഗ്ലാദേശ് ഈ ഡീപ് സ്റ്റേറ്റിന് വളരെ പ്രിയപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ ഡീപ് സ്റ്റേറ്റ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിയും എന്ന് തോന്നുന്നുണ്ടോ?
ഒരിക്കലും കഴിയില്ല. ഞാനിതാണ് പറഞ്ഞത്. ഇതൊരു ഇടനിലയാണ്. ബംഗ്ലാദേശിലേക്ക് ഇപ്പൊ ഒരു രാജ്യവും പോകില്ല. പകരം ഇദ്ദേഹം ചെല്ലുന്നു, ഇദ്ദേഹം കുറെ കരാറുകൾ പറയുന്നു. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഉം. ഫണ്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ഈ സോറോസസ് പോക്കറ്റിൽ കൊടുക്കുന്ന ഫണ്ട് അല്ലത്. ആ ഫണ്ട് വേറെ ഏതെങ്കിലും രാജ്യം ഈള് വഴിയാണ് മുടക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടുത്തെ കോൺട്രാക്റ്റുകളും അവിടുത്തെ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ പോയിട്ട് ഉം. അതിനൊരു ഡീലിംഗ് ആണ് അദ്ദേഹം നടത്തുന്നത്. എല്ലായിടത്തും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെ ചെയ്യുന്നത്. അല്ലാതെ കാലങ്ങളോളം ബംഗ്ലാദേശിന് ഫണ്ട് കൊടുത്ത് അവരെ സൂചിപ്പിച്ച് നിർത്തി ഇന്ത്യക്കെതിരെ പോരാടാനോ ഇല്ലെങ്കിൽ അമേരിക്കക്കെതിരെ പോരാടാനോ ഒന്നുമല്ല. അതിന് ഉം. അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഒരു രാജ്യം കെട്ടിപ്പിടിക്കണമെന്നോ ഒന്നുമില്ല. എന്റെ ആൾക്കാരെ ഇന്ന സ്ഥലങ്ങളിൽ ഇരിക്കണം, എനിക്ക് എന്റെ കച്ചവടം ഉം. നടക്കണം. കാരണം ഇപ്പൊ ധനുഷ് ഒരു കീ പോയിന്റിൽ ഇരിക്കുന്നു എന്ന് കരുതുക. സ്വാഭാവികമായും എന്റെ ഒരാൾ വന്നിട്ട് എനിക്കൊരു കോൺട്രാക്ട് വേണം, ഇന്ന ഒരു മതിൽ പണിയുടെ കോൺട്രാക്ട് സർക്കാരിന്റെ എനിക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ഞാൻ ധനുഷിനെ വിളിച്ചു. കാരണം ധനുഷ് എന്റെ ആളാണ്, ഞാൻ പണം മുടക്കിയിട്ടാണ് ധനുഷ് ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയത്, എന്റെ സഹായത്തിന് എത്തിയത്. അപ്പൊ ഞാൻ പറയുന്നു എന്റെ ആൾ വരുന്നുണ്ട്, വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന്. അപ്പൊ ഈ കോൺട്രാക്ടർ എനിക്ക് തരുന്ന ഒരു പണമുണ്ട്, ഒരു കമ്മീഷൻ. ഉം. ഇതൊക്കെ ഞാൻ പറയുന്നത് ഉം. ചെറിയ തുകയുടെ കോൺട്രാക്ട് ഒന്നും അല്ല, 5000 കോടിയുടെ 10000 കോടിയുടെ ഒക്കെ ഇടപാടുകളാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന മനസ്സിലായി. ഒരു കമ്മീഷനാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ആ രാജ്യത്തെ ഫണ്ട് ചെയ്ത് സഹായിക്കുമ്പോൾ ആ രാജ്യം എനിക്ക് തരുന്ന ഒരു പ്രിവിലേജ് ആണ്, അല്ലെങ്കിൽ എനിക്ക് തരുന്ന ചില ആനുകൂല്യങ്ങളാണ് ഇത്. അങ്ങനെ ആ രാജ്യത്തിന്റെ മുഴുവൻ ഊറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു രാജ്യം കൊടുക്കുന്ന ഫണ്ട് പോലെ, അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്ക ഇതുവരെ കൊടുക്കുന്ന ഫണ്ട് പോലെയോ ഐക്യരാഷ്ട്രസഭ കൊടുക്കുന്ന ഫണ്ട് പോലെ, അല്ലെങ്കിൽ ഏഷ്യൻ ബാങ്ക് കൊടുക്കുന്ന ഫണ്ട് പോലെയോ ഒന്നും അല്ലിത്. പകരം ഇതാണ് ഇതിനകത്ത് നടക്കുന്ന കാര്യം. അതായത് നമുക്ക് നേരിട്ട് ചെന്ന് മുട്ടാൻ പറ്റാത്തടത്ത് നമ്മൾ ഒരു ഇടനിലക്കാരെ വിടും. ആ ഇടനിലക്കാര് വിടുമ്പോൾ അയാൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ പ്രാരാബ്ദങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഈ സാമ്പത്തിക. ഇപ്പൊ നമുക്കൊരു സ്ഥലം വേണം, നമുക്ക് കണ്ണായ ഒരു സ്ഥലമാണ്, അവർ ഒരു സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായി അവിടെ ചെന്നിട്ട് അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊടുക്കും, പിന്നീട് അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. ആ രീതി തന്നെയാണ് അത് ചെയ്യുന്നത്. അത് അധിക നാൾ നിൽക്കില്ല. പക്ഷെ ഇതൊന്നും കൊണ്ട് അതിൽ ബംഗ്ലാദേശ് വീഴുമോ എന്നുള്ളത് കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവരിപ്പോ നടത്തിയിരിക്കുന്ന ചർച്ച ഈ വാർത്താവിനിമയ മായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൈകാര്യം ഉം. ചെയ്തോളാം എന്ന് സോറോസിന്റെ ഫാമിലിയോ അല്ല ചെയ്യുന്നത്. പകരം ഏതെങ്കിലും രാജ്യങ്ങളെ അവിടെ കൊണ്ടിറക്കി അവർ ടെക്നോളജി യൂസ് ചെയ്യാനായിരിക്കാം. പക്ഷെ ചൈന ആയിരിക്കാം. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനൊക്കെ ചൈനയായിരുന്നു ഫണ്ട് ചെയ്തിരുന്നത്. അപ്പോ അതെ, അതിൽ അതെ. ബൈഡൻ ഭരണകൂടവും വലിയ രീതിയിൽ സഹായിച്ചിരുന്നു. ബൈഡൻ ഭരണകൂടവും ഫണ്ട് ചെയ്തിരുന്നു. അപ്പം ഇതിപ്പോ ആരാണ് ഫണ്ട് ചെയ്യുന്നത് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ ഈ ബംഗ്ലാദേശിലേക്ക് അദ്ദേഹം എത്തിയതിന്റെ. അപ്പം ഏതെങ്കിലും ചെറു രാജ്യങ്ങളാകാം, ഒരുപക്ഷെ ചൈന ആകാനാണ് സാധ്യതകൾ കൂടുതൽ. കാരണം മറ്റു ചൈന രാജ്യങ്ങളൊക്കെ ഈ ബംഗ്ലാദേശുമായിട്ട് ബംഗ്ലാദേശ് അടുക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ചൈന അടുക്കാൻ ശ്രമിക്കുന്നു. പോരാത്തതിന് ബംഗ്ലാദേശ് പട്ടാളത്തിനകത്തും ചൈനയ്ക്ക് ഒരു സ്വാധീനമുണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്, സംസാരങ്ങളുണ്ട്. പക്ഷെ ചൈന ബംഗ്ലാദേശിൽ കൈവയ്ക്കുമ്പോൾ ചൈനയ്ക്ക് പാകിസ്ഥാൻ ഒരു പാഠമാണല്ലോ. നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യം. കാരണം പാകിസ്ഥാനിൽ ചൈന പോയി വമ്പൻ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് $62 ബില്യൺ ബലൂച്ചിനെ ദുബായി ആക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നത്? വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും കലാപവും നടന്ന ആ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. ചൈനയുടെ ഈ ബെൽട്ടൺ റോഡിൽ ഒരു പൊൻതൂവൽ ആകേണ്ടിയിരുന്ന ബലൂചിസ്ഥാനിലെ ആ ഒരു വിമാനത്താവളവും ഗ്വാദ്വാർ തുറമുഖവും അതിനു ചുറ്റുമുള്ള പണികളും അവർ നിർത്തിവെച്ചു. സമാനമായ രീതിയിൽ തന്നെ ബംഗ്ലാദേശിന് സംഭവിക്കാമല്ലോ. ഉറപ്പാണ്. പക്ഷെ അതുപോലെ സംഭവിക്കില്ല. കാരണം ഈ അരക്കൻ ആർമി ഒക്കെ കയറി ബംഗ്ലാദേശിന്റെ കുറെ ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കുന്നത് ചൈനയുടെയും കൂടെ ഒക്കെ ഒരു സഹായം കൊണ്ടാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് കൈ നനയാതെ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം കിട്ടിക്കോട്ടെ. അപ്പൊ ആ ഒരു ഏരിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബംഗ്ലാദേശ് വഴി അവരുടെ ലക്ഷ്യം മുഴുവൻ ബംഗ്ലാദേശിലുള്ള പോർട്ടുകളാണ്. ഇപ്പോ സുന്ദരമായ പങ്കുവെക്കൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് അടക്കം ഇന്ത്യക്ക് അരക്കൻ ആർമി നൽകുകയാണെങ്കിൽ അരക്കൻ ആർമി തന്നെ അതിന്റെ ഒരു ഭാഗത്ത് കൂടി ഈ ചൈനയ്ക്ക് ഉള്ള റോഡ് വെട്ടിക്കൊടുക്കും. പിന്നെ ചൈനയ്ക്കുള്ള വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ചെന്ന് അവരെ സെറ്റ് ആക്കിക്കൊണ്ട് അവിടുത്തെ തുറമുഖം ഏറ്റെടുക്കുക എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു വലിയ സ്വപ്നം ചൈനയ്ക്കുണ്ട്. കാരണം ബംഗാൾ ഉൾക്കടലിലേക്ക് ചൈനയ്ക്ക് അവിടെ നിന്ന് തുറമുഖം. അപ്പൊ ഒരുപക്ഷെ അത് ഈ സോറോസിന്റെ ഇടപെടൽ കൊണ്ട് സോറോസ് എത്തിയിട്ട് അദ്ദേഹം ഒരു ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു കരാർ ഒപ്പിച്ചെടുത്തേക്കാം. കാരണം ഇത്രയും ഫണ്ടൊക്കെ കൊടുത്ത് ഈ നിർണായക ഘട്ടത്തിൽ കൂടെ ഓക്കെ. നിൽക്കുന്നവർക്ക് ഒരു പാരിതോഷികം എന്ന നിലയിൽ അതിന്റെ നടത്തിപ്പ് ചുമതല 10 വർഷത്തേക്കോ എഴുതി കൊടുത്തേക്കാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊരു യുദ്ധമായിട്ട് നീങ്ങുകയോ ഇല്ലെങ്കിൽ അതിനുള്ള പരിപാടിയൊന്നും പുള്ളി ചെയ്യില്ല. കാരണം പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ലക്ഷ്യം ഇതാണ്, കച്ചവടമാണ്, ബ്രോക്കറാണ്. ഒരു ബ്രോക്കറുടെ റോള് ഭംഗിയായി അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു പരാജയം വന്നിട്ടുണ്ട് പുള്ളിക്ക്, അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പായിരുന്നു. എന്തായാലും ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ പരിങ്ങലിലാണ്. കാരണം USAID നിർത്തിയ ശേഷം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പട്ടിണിയിലാണ്. അപ്പൊ അവര് തെരുവിലിറങ്ങി അഴിഞ്ഞാടും എന്നാണ് ധാക്ക ട്രിബ്യൂണൽ പറയുന്നത്. അക്രമാസക്തമായിട്ടുള്ള അശാന്തി ബംഗ്ലാദേശിൽ വരുന്നു എന്ന് കേൾക്കുന്നു. എന്നാലും വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ മുറുകാനാണ് സാധ്യത. കാരണം ട്രംപ് ഒരു ഭാഗത്തു നിന്ന് ശക്തമായിട്ട് ബംഗ്ലാദേശിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബംഗ്ലാദേശികൾക്ക് വിസ കൊടുക്കരുത്, വിസ പെർമിറ്റ് റദ്ദാക്കി, സ്വിസ് എയ്ഡ് നിർത്തി, അതായത് സ്വിറ്റ്സർലാൻഡ് കൊടുക്കുന്ന എയ്ഡ് നിർത്തി, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ബംഗ്ലാദേശ് വലിയ രീതിയിലുള്ള അരാജകത്വത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. താങ്ക് യു വിചാര. താങ്ക് യു സോ മച്ച്.